ബിജു, നമുക്ക് ആദ്യം ഒരു കോമ്പാക്ട് റേഞ്ച്. അതെ, ഇവരെ മാത്രം പറഞ്ഞു വിട്ടതാ. ഇവരെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്ത ഐശ്വര്യ ആയിരിക്കും മാത്രം പറയണേ. അവനോ വന്നില്ല, എന്നിട്ടും എന്റെ ഫസ്റ്റ് ആർട്ട് ഫിലിം കൊളവാക്കാനാണ് അവന്റെ ഭാവം. ഇതൊന്നും ഏരിയ കണ്ടുപോരുത്. പറഞ്ഞോളൂ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്കൊരു റിഹേഴ്സൽ നോക്കാം. റെഡി? ഞാൻ പറയും. ആക്ഷൻ. ഇതെവിടുന്ന കല്യാൺ? ഫ്രെയിം ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒരു റിഹേഴ്സലൂടെ. ഓക്കെ. ഓക്കെ, ആക്ഷൻ. ആരാത്? ഫീൽഡ് ക്ലിയർ. മാറി നിൽക്കാൻ നിങ്ങളോടല്ലേ പറഞ്ഞ? മാറിക്കേ. ക്ലിയർ. ഏതായാലും നിന്റെ ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചാലും നന്നായിട്ട് ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഞാൻ റഷസ് ഒന്നും കൂടെ കാണട്ടെ, നാളെ എഡിറ്റ് ചെയ്യേണ്ടതല്ലേ. ഓക്കെ, യു ക്യാരി ഓൺ. എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. എന്നാ നിങ്ങളും വിട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. നമുക്ക് ഇത് ആദ്യം തൊട്ട് ഒന്നും കൂടെ കാണാം. എന്തിനാ ശ്രീ ഇത്രയും പോഷ് റെസ്റ്റോറന്റ് വന്നത്? എന്തെങ്കിലും അമ്മയ്ക്കൊരു ട്രീറ്റ് തരുന്നുണ്ടെങ്കിൽ അത് സിറ്റിയിലെ ഏറ്റവും പോഷ് റെസ്റ്റോറന്റിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എന്റെ പോക്കറ്റ് എന്നെ അതിന് അനുവദിച്ചത്. ഒന്ന് പോടാ. അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആഡ് മകന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വർക്ക് ആവുകയെന്ന് വെച്ചാ, അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വെച്ചാ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? പിന്നെ ഇല്ലാതിരിക്കൂ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. എന്റെ ഓഫീസിലും ആഡ് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി എനിക്ക് ഒരുപാട് ഓഫീസ് ഉണ്ടാവും അവരൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? നീ തന്നെ പറയ്. സൂപ്പിന്ന് തുടങ്ങിയാലോ? അതെ, അത് പ്രൊമോട്ട് ചെയ്യേണ്ട മാറ്റർ ആണല്ലോ. ആന്റി വേണ്ട, നീ ഇങ്ങോട്ട് കയറണ്ട. എടി പെണ്ണ, ഞാനൊന്ന് പറയട്ടെ. ഇല്ലത്തപ്പോ കാശും വണ്ടിയൊക്കെ കടം തരാൻ ഞാൻ, എന്നിട്ട് ആദ്യമായിട്ട് ഒരു ആഡ് ചെയ്തപ്പോ ട്രീറ്റ് അമ്മയ്ക്ക്. വേണ്ട, ഇനി നീ എന്നോട് മിണ്ടണ്ട. എടി അവിടെ നിൽക്കാൻ. ഇരിക്കേ. അതെന്തായാലും നന്നായി. ഇനി നിർമ്മലയുടെ പ്രോബ്ലംസ് ഒക്കെ നീ വേണം തീർക്കാൻ. ഇതുവരെ അവനെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പ്രോബ്ലംസ് തീർക്കാൻ. പക്ഷേ ഇനിയാണ് പേടി. സ്വന്തം കാലം നിൽക്കാൻ പോവല്ലേ. പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി അവളെ ഒന്ന് സോപ്പിടട്ടെ. ഓ ഹലോ. അതെ, തനിക്ക് ട്രീറ്റ് തന്നില്ല എന്നുള്ളത് നേരാ. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാര്യം കഴിഞ്ഞ് ആരെങ്കിലും കറിവേപ്പിലെ മൈൻഡ് ചെയ്യൂ? എടുത്ത് ഒറ്റ ഏറല്ലേ? അതേപോലെ ഞാനും തന്നെ എടുത്ത് ഒറ്റ ഏററിഞ്ഞു, അത്രേ ഉള്ളൂ. പോടാ. ഇതൊന്നും എന്റെ മാത്രം കുറ്റമല്ല, അല്ലല്ലോ എല്ലാ ആണുങ്ങളും ഇങ്ങനെ. എന്ത് അല്ലെന്ന് പറയാൻ പറ്റൂ? അത്രയും സീരിയസ്. ഇനി ഒരു തമാശ. അവിടെ ഇരിക്കും മാഡം. ഒന്ന് തുറന്നു നോക്ക്. തുറന്നു നോക്കടോ. ഇനി പറ, ഞാൻ നിന്നെ മറന്നെന്ന്. സോറിടാ. ഹലോ പ്രദീപ്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. സോറിടാ. കല്യാൺ ജ്വല്ലറിയുടെ ആഡ് കണ്ട ശേഷം ശർമ്മ ഗ്രൂപ്പിന്റെ പുതിയ ആഡ് നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. സോ ഈ ആഡ് വളരെ നന്നായിരിക്കണം ശ്രീ. ഞാൻ ട്രൈ ചെയ്യാം മാം. പിന്നെ ഈ ആഡ് നന്നാവണമെങ്കിൽ മോഡൽസ് അത്ര ഇംപ്രസീവ് ആയിരിക്കണം.
ഇത്രയും ഫോട്ടോസ് നോക്കിയിട്ട് എനിക്ക് ആരെ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇതാ ഈ മാഗസിൻ കൊണ്ടുവന്നേ. ഉം. എങ്ങനെയുണ്ട് ഈ കുട്ടി? കൊള്ളാം. ഇത് തന്നെ നമ്മുടെ കക്ഷി. കുട്ടിയുടെ പാരന്റ്സ് ഗൾഫിലാ. ഞാൻ അവരോട് സംസാരിച്ചു. ദേ ആർ വെരി മോഡേൺ. കുട്ടി തീരുമാനിക്കട്ടെ എന്നാ അവരുടെ സ്റ്റാൻഡ്. ശ്രീ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അതിന് കുട്ടി എവിടെയുണ്ട്? എങ്കിൽ തുറന്നു പറയാം, കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, മാഗസിനിൽ ഫോട്ടോ കണ്ടപ്പോ മോഡൽ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ, അല്ലാതെ മൊബൈൽ നമ്പർ അല്ല. ഈ പരസ്യത്തിന് ഇത്രയും നല്ല മോഡലിന് വേറെ കിട്ടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഹാനി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ആഡിന്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഞങ്ങളുടെ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിനെക്കുറിച്ച് ചരിത്രവും പൗരധർമ്മവും ഒന്നും പറയണ്ട, ഇല്ല കുട്ടി. എടാ എടാ, കുട്ടി ഷൂട്ടിംഗ് ഡേറ്റ് എന്നാണെന്ന് ചോദിക്കുന്നു. എടാ, സിസ്റ്റേഴ്സ് ആടാ. പോടാ. അല്ലേ? അതെ അല്ലേ? ആണ്. ആ. നീ ഇന്നലെ എവിടെയായിരുന്നു? അത് ഇവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണ കണ്ണിൽ കുത്തിത്തിരിയുടെ ഐലൻഡ്സ് കിട്ടിയിട്ടുണ്ടാവും. പോട്ടെ. ആ ശർമ്മ ഗ്രൂപ്പിന്റെ മോഡലിങ്ങിന് ഞാൻ ആനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാം. പക്ഷെ ഇവനൊരു അക്ഷരം ശ്രദ്ധിക്കണ്ടേ. ഇവൻ അപ്പോഴും ഏതോ വഴിയെ പോണ പെണ്ണുങ്ങളെ വായി നോക്കിയൊക്കെയായിരുന്നു. ഏതോ വഴിയെ പോണ പെണ്ണല്ല. ആ കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് വർക്കിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എവിടെയോ നിന്നെന്ന പോലെ കയറി വരികയായിരുന്നു ആ കുട്ടി. ഇതിപ്പോൾ രണ്ടാമതൊരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോഴും ആ കുട്ടി കയറി വന്നു. അന്ന് എൻ്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന പോലെ തന്നെ. എന്താടാ മൂന്നാമത് ആ കുട്ടി? ഏത് കുട്ടിയുടെ കാര്യം നിങ്ങൾ പറയുന്നേ? ഇവൻ പറഞ്ഞ കുട്ടിയുടെ. എവിടെ എവിടെ? അവിടെ അവിടെ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ബ്ലാക്കാ? അല്ല, ഗ്രീനാ? ഓറഞ്ച്. Zumba, zumba, muere. Zumba, zumba, muere. Zumba, zumba, muere. Zumba, 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 muere. 2-3 ആഡ് നീ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഒരു നിലയിലാവട്ടെ, എന്നിട്ട് മതി റൊമാൻസും കല്യാണവും. അല്ലാതെ നിന്റെ അച്ഛനെ പോലെ. എന്താ അച്ഛൻ കാണിച്ചത്? നിന്റെ അച്ഛൻ എന്നെ കെട്ടിയ ശേഷം ജോലി അന്വേഷിച്ചത്. അത് കാരണം ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ഹലോ. അയ്യോ, അതെനിക്കറിഞ്ഞൂടാ. ഞാൻ അവനോട് ചോദിക്കട്ടെ. എന്തുപറ്റിയമ്മ? നിനക്കെങ്കിലും അറിയാമെന്ന് കരുതി. അങ്കിൾ, നന്ദിതയ്ക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നെന്നോ അവൾ ഒളിച്ചോടുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ എന്നോട് ഇന്നേ വരെ ഇങ്ങനെ ഒരു കാര്യം മിണ്ടിയിട്ട് കൂടിയില്ല. സത്യം. നീയും നന്ദിതയും വലിയ കൂട്ടായിരുന്നില്ലേ? അപ്പം നീ അറിയാതെ അവൾ എങ്ങോട്ടും പോവില്ലെന്ന് ഞങ്ങൾ സംശയിച്ചു. അതാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സോറി മോനെ. സാരമില്ല അങ്കിൾ. നന്ദിത എങ്ങോട്ടാ പോയെന്നറിയോ? അറിഞ്ഞൂടാ. പിന്നെ ഇവന് മുറിയിൽ നീ കത്ത് കിട്ടുകയായിരുന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാൻ പോകുന്നു പ്രദീപിനെ കല്യാണം കഴിക്കാൻ. പിന്നെ ഞങ്ങൾ ഈ നഗരം വിടും. ദയവ് ചെയ്ത് ഞങ്ങളെ അന്വേഷിക്കരുത്. നന്ദിത. ആരെയാ പ്രദീപ് എന്നറിയോ? അവന്റെ അഡ്രസ് ഉണ്ടോ? കുറച്ചു കാലമായി അവൾ ഈ ചെറുപ്പക്കാരനുമായി ഫോണിൽ സംസാരിക്കുന്നതായിട്ടറിയാം. ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. സിറ്റിയിൽ എവിടെയാണോ താമസിക്കുന്നതെന്ന് പറഞ്ഞു. ജോലിയും കേട്ടിട്ട് അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ് വേണ്ടത് ചെയ്യാൻ ഞാൻ പറഞ്ഞതാ. ഇവൾക്കും
അത് തന്നെയായിരുന്നു അഭിപ്രായം. പിന്നെ പിന്നെ പെട്ടെന്ന് നടത്തണമെന്നായി അവൾ. ഇനിയിപ്പോൾ അതും അവൻ്റെ നിർബന്ധമാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവൾ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. അവൾക്ക് ഇത്ര പക്വതയുള്ളൂന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ നഗരത്തിലെ അവളെ എവിടെ ചെന്ന് അന്വേഷിക്കുക. അങ്കിൾ സമാധാനമായിട്ടിരിക്കുക. ഞാനിപ്പോൾ വരാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ. ശ്രീയേട്ടൻ ചേച്ചിയും കൊണ്ടേ വരാവൂ. എടാ, ഇവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്. അത് ശരി. ഇപ്പൊ കുറ്റം എന്റേതാ. ഇയാളല്ലേ വണ്ടി ഇങ്ങോട്ട് ഓ, വെട്ടിച്ചെടുത്തത്. നീ കുറ്റം എന്റെ മുതലെത്തിയാൽ രക്ഷപ്പെടാനുള്ള ശ്രമമാണോ? മര്യാദയ്ക്ക് ഓട്ടോടെ നഷ്ടപരിഹാരം പ്രശ്നമില്ല. കുറ്റം എന്റേതല്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് 5 പൈസ നഷ്ടപരിഹാരം എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? ഞാൻ നീ വാങ്ങിച്ചു നോക്കും. പൈസ അങ്ങോട്ട് പോയാ മതി. നീയല്ലേ ഇങ്ങോട്ട് വെട്ടിച്ചെടുത്തത്. നീ തന്നെ പൈസ അങ്ങോട്ട് പോയാ മതി. തരത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ മനുഷ്യന് സ്വഭാവമായിട്ടില്ല. നീ വണ്ടി എടുത്ത് മാറ്റി. നേരത്തോട്ട് കളിക്കരുത്. വണ്ടി നന്നാക്കി തന്നിട്ട് പോയാ എന്റെ വണ്ടിക്ക് എന്ത് പറ്റുമെന്ന് പറയാം. നോക്ക് വല്ലതും പറ്റുമോ? എന്താ പ്രശ്നം ഇവിടെ? ഇയാൾ ഓവർ സ്പീഡിൽ വന്ന് എന്റെ വണ്ടിയിലടിച്ചു. ഫ്രണ്ട് മുഴുവൻ തകർന്നു സാർ. സാർ, ഇയാളാണ് വൺ വേ തെറ്റിച്ച് റോങ് സൈഡിൽ കൂടി കയറി വന്നത്. അതുകൊണ്ട് അപകടം ഉണ്ടായി. കള്ളം പറയാ ഇയാളെ സാർ റോങ് സൈഡിലൂടെ വണ്ടി ഓടിച്ചു വന്നത്, ഹോൺ പോലും അടിക്കാതെ. ഞങ്ങളിവിടെ കണ്ടോണ്ട് നിൽക്കായിരുന്നു. ബൈക്കിന് പറയത്തക്ക സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പേരുടെ ബഹളം വയ്ക്കാനുണ്ടായിട്ടും കുട്ടി സത്യം പറയാൻ മുമ്പോട്ട് വന്നത് നന്നായി. അത് ശരി. അപ്പൊ നീയൊക്കെ കൈ കൊണ്ട് കരുന്നാടുള്ള ഭാവമായിരുന്നു അല്ലടാ? തന്റെ ബൈക്കിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല സാർ. അപ്പൊ താൻ വിട്ടോ, ഇവനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു. മാറണം, മാറണം ഇവിടെ, മറിക. പേടിക്കണ്ട, ഞാൻ നിന്നെ തടയാൻ വന്നതല്ല. പ്രദീപ് അല്ലേ? പ്രദീപ്, ഇത് ശ്രീനാഥ്. ഹലോ ശ്രീനാഥ്. ഹലോ. ഓക്കെ, നിങ്ങൾ സംസാരിക്കേ, അതായിരിക്കും നല്ലത്. ഓക്കെ. ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. നിനക്ക് ആരെ ഇഷ്ടപ്പെടാം, ഒളിച്ചോടാം, അതെല്ലാം നിന്റെ പേഴ്സണൽ മാറ്റർ. പക്ഷെ എന്തോ എനിക്കിപ്പോൾ ഈ അവസ്ഥയിൽ പലരോടും പുച്ഛം തോന്നുന്നു. ഇനി അത് നിന്നോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആദ്യം പുച്ഛം തോന്നുന്നത് എനിക്ക് എന്നോട് തന്നെ. നിന്നെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് എല്ലാ സങ്കടങ്ങളും നിന്നോട് മാത്രം പറഞ്ഞത്, കടം വരെ വാങ്ങിയത്. പക്ഷേ നീ എന്നെ ഒരിക്കലും ഒരു നല്ല സുഹൃത്തായി കണ്ടില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടിരുന്നെങ്കിൽ നീ ഇതെല്ലാം എന്നോട് പറയുമായിരുന്നു. കല്യാണത്തിന് അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നീ എൻ്റെ സഹായം തേടുമായിരുന്നു. പിന്നെ പുച്ഛം എനിക്ക് നിൻ്റെ അച്ഛനോടോ അമ്മയോടോ, നിന്റെ മകളായല്ല ഫ്രണ്ടായി കണ്ടതിന്, നിനക്ക് ഇത്രയും ഫ്രീഡം തന്നതിന്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്ന് ഇത്രയും വേദനിക്കേണ്ടി വന്നത്. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയത്. അത് പോട്ടെ. പിന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കണം, എന്നെയല്ല, അച്ഛനും അമ്മയും നന്ദുവിനെയും. അതവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകും. ഇനി എന്താ ഞാൻ പറയേണ്ടത്? ഒരു ഓൾ ദി ബെസ്റ്റ് അല്ലാതെ നീ എത്ര ഞങ്ങളെ വേദനിപ്പിച്ചാലും അങ്ങനെ ആഗ്രഹിക്കാനല്ല ഞങ്ങൾക്ക് പറ്റൂ. പോട്ടെ, ഞാൻ ഇറങ്ങാം.